ഹായ് ഗൈസ്, ഞങ്ങൾ വ്ളോഗ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അക്കൂന് നല്ല വിശപ്പുണ്ട് ഗൈസ്. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ വന്നേക്കാണ്. കാര്യം കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ ഒരു മലയാളികളാണോ? 2 പൊറോട്ടയും 4 പൊറോട്ടയും എന്താ പറയുക, 2 പൊറോട്ടയും ഒരു ബീഫ് കറിയും പറഞ്ഞാൽ പറയാം. 50-50 ബരാബർ ഓക്കെ അത്ര ഉണ്ടായിരുന്നു. അവർക്ക് സാധാ മാംഗോ ലസ്സി ഒന്നും അവിടെ മലയാളികൾ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ കേരളം മുഴുവൻ കയറി വരാൻ വേണ്ടിയിട്ടില്ല. പറയൂ വെക്കും ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയാണ് പ്രത്യേകിച്ച്. ഷെഫുകളൊക്കെ അതിനകത്ത് ഭയങ്കര കൂടിയ ഷെഫുകളൊക്കെ ആയിരിക്കും. ഗൈസ്, അക്കു കല്ലിനറി പഠിക്കാൻ പോയതാ. അവിടുന്ന് പുറത്താക്കിയോണ്ട് ഇവിടെ ഫുഡ് കഴിച്ച് നടക്കുന്നത്. ഞാൻ പഠിക്കാൻ കഞ്ഞി വയ്ക്കാൻ പോലെ അറിയാൻ കള്ളറി പിടിക്കാൻ വിറ്റാണ് ആള് ഭയങ്കര നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ചോറാണ് ഗൈസ് കിട്ടിയത്. പൊറോട്ടയ്ക്ക് പൊറോട്ട, ബീഫിന് ബീഫ്, വികാരം. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். ഞാൻ ഇതിന്റെ ഫോട്ടോ എടുക്കട്ടെ. ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. പൊറോട്ട പോലെ വല്ല കണ്ട എടുത്തോ. ഫോട്ടോ എടുത്ത് കഴിക്കാതെയാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? ഈ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നില്ല. ഒരു വ്ളോഗിനെ പറ്റിയാണല്ലോ കേട്ടോ. എനിക്കിതായിരുന്നല്ലോ ഗൈസ്, ഞാൻ കഴിച്ചു കഴിക്കുകയാണ്. നമ്മൾ ഒരു പൊറോട്ട കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിക്കുന്നില്ല. അക്കു ഒരു പൊറോട്ട ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ട് അക്കു വീണ്ടും ഒരു പൊറോട്ട ഓർഡർ ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. സത്യം പറയാലോ, ഒന്നും ഒരു ടേസ്റ്റ് ഇല്ല. വിശപ്പുണ്ട സാധനം ഗൈസ്, ഞങ്ങൾ ഫുള്ളാണ് ഗൈസ്. സോറി, ഞാൻ ഫുള്ളാണ് ഗൈസ്. ഞാൻ രണ്ടാമത്തെ 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഫുഡ് വ്ളോഗും അക്കുവിൻ്റെ കാർ വ്ളോഗും കഴിഞ്ഞു. ഇനി ഞങ്ങൾ പിരിയാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ. നിനക്കൊന്നും വേണ്ട സോളമ. ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി.